ഇതുപോലത്തെ വണ്ടി വരുമ്പോൾ ഒരിക്കലും നമ്മൾ വീഡിയോ മിസ്സാകൂല. കാരണം അത്രയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. ബാപ്പനോട് പറഞ്ഞ് നമ്മളെ ബ്രിസ കൊടുത്തതല്ലേ, അതുകൊണ്ട് നമുക്ക് നിർത്തിയല്ലോ, അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ നിർത്താൻ പറ്റില്ല, ഇത് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്, എന്തായാലും ഞാൻ കൊടുക്കും ചേച്ചും പറഞ്ഞു. ഇത് നിങ്ങൾക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കണ്ടോളി. നമ്മളെ ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് തരാൻ പറ്റിയ വണ്ടിയാണിത്. 2013 GX 8 സീറ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത്രയും ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി വണ്ടി. ബോഡി ലൈനൊക്കെ പോകണം ശ്രദ്ധിച്ചോ കേട്ടോ. ഒരു 2013 G4 ആണ് നിങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്തോളി. അത്ര അടിപൊളി വണ്ടി. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഓട്ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ യാർഡിലുള്ളത്, പാർക്കിങ്ങിൽ, നാഗരാജ പാർക്കിങ്ങിലുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മളെ സ്വന്തം ബാപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ചെക്കന്മാരായിട്ട് വരുകയാണെങ്കിൽ ഇന്ന് ബാപ്പാക്ക് ഫുൾ ഫ്രീ ആയതുകൊണ്ട്, ഇപ്പോൾ നാട്ടിൽ ഫ്രീ ആയതുകൊണ്ട് മുപ്പരും കൂട്ടിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കൊന്നൊരു ഇത് എന്നും കാണിക്കണം കരുതും. ഇതുപോലത്തെ വണ്ടി വരുമ്പോൾ ഒരിക്കലും നമ്മൾ വീഡിയോ മിസ്സാകൂല. കാരണം അത്രയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. ഒരു 2013 G4 ആണ് നിങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്തോളി. അത്ര അടിപൊളി വണ്ടി നോക്കിക്കോളി. ഈ ഒരു വണ്ടി ബാംഗ്ലൂർ യാർഡിലുള്ളത്. ചുറ്റും വണ്ടികളുണ്ടോളി, കണ്ടെയ്നർ ആണെങ്കിലും വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടോളി. ജസ്റ്റ് ഒരു സൈഡ് കിട്ടാണ്ട് നമുക്കിന്ന് 2 വണ്ടിയുണ്ട്, ഒരു വണ്ടി ഞങ്ങൾക്ക് കാണിച്ചതാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും മിസ്സാക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കണ്ടോളി. നമ്മളെ ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് തരാൻ പറ്റിയ വണ്ടിയാണിത്. 2013 G4 GX 8 സീറ്റ് വണ്ടിയാണ് നിങ്ങൾ തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ അല്ല, ഇത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു കേട്ടോ. ഡീറ്റെയിൽസ് ഓരോന്നോരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ വണ്ടിൻ്റെ ഫുള്ള് എക്സ്റ്റീരിയർ ഭാഗം ഞാൻ കാണിച്ചിടാം, എന്നിട്ട് ഇൻറ്റീരിയർ. ഓക്കെ, എന്തായാലും രണ്ടും പറയത്തക്ക രീതിക്കുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നാലോ. ഓക്കെ, വരി. വണ്ടീൻ്റെ ഫ്രണ്ട് ഫേസ് നോക്കിക്കോ കേട്ടോ. ജസ്റ്റ് 0.5 1 മാറ്റുണ്ട്. വണ്ടീൻ്റെ ഫ്രണ്ട് ഫേസ് ബമ്പർ പോലും ശരിക്കും ടച്ച് ചെയ്യാനില്ല, മനസ്സിലായോ? നോക്കിയാൽ ബമ്പറിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെയാണ്. ആ ബോഡി ലൈന്, ആ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയാൽ ബമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അത്രയും ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി വണ്ടി. ബോഡി ലൈനൊക്കെ പോകണം ശ്രദ്ധിച്ചോ കേട്ടോ. കറക്റ്റ് ബോഡി ലൈനൊക്കെ വന്ന് നോക്കി. ബാക്കൊക്കെ നോക്കിക്കോളി. ഇവിടെ ഒരു സ്പോയിലർ കൊടുക്കുക. ആ ബമ്പറും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി. 90% കമ്പനി പെയിൻ്റുള്ള വണ്ടി. 2.5 GX വണ്ടി, അതും 8 സീറ്റ് വണ്ടി. HR നമ്പറാണ് ശ്രദ്ധിച്ചോളി. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ മാറും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല കട്ട യോക്കോമേൻ്റെ ടയറും അത്യാവശ്യം നല്ല ബാലൻസ് ഉള്ള ത്രെഡും കാര്യങ്ങളും. 16 സൈസ്. ഇതിമൊക്കൊരു ക്രിസ്റ്റൻ്റെ 16 സൈസ് വീലൊക്കെ ഇട്ടാണ്ടല്ലോ. വണ്ടി കിഡ്കാച്ചി സെറ്റപ്പ് വണ്ടി, അങ്ങനെ തന്നെ പറയാം. ക്വാളിറ്റി വണ്ടി എന്ന് പറയാം, ക്വാളിറ്റി വണ്ടി. ഈ വണ്ടിയുമ്പോൾ ഡെൻറ്റിങ് വർക്ക് ശരിക്കില്ല, ഡെൻറ്റിങ് വർക്ക് എടുക്കാമല്ല. നമുക്ക് ഇത്രയും ക്വാളിറ്റി വണ്ടികൾ മൈനറായിട്ടേ വരുള്ളൂ. എപ്പോഴേലും മൈന്യൂട്ട് കേസ് ഇങ്ങനത്തെ വണ്ടികൾ വരുള്ളൂ. അത് നിങ്ങൾക്ക് മിസ്സാക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും നിർബന്ധമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ വീടിട്ടെ, മനസ്സിലായോ? വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കി, അതാണ് എനിക്ക് മസ്റ്റായിട്ട് എന്നോട് പറയാനുള്ളത്. ബോഡി ക്വാളിറ്റി കണ്ടു കേട്ടോ. അതുപോലെ തന്നെ വണ്ടീൻ്റെ എൻജിനും ഉഷാറാണ്. എൻജിനും ബോഡി ക്വാളിറ്റി ഉഷാറാണ്. നോക്കി ടയറൊക്കെ നോക്കി, ഉഷാറ്. നമ്മൾ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇത് കമ്പനി മിററും കാര്യങ്ങളും. കമ്പനി മിറർ ആകുമ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കണ്ടുള്ളത്. ഇവിടെ കമ്പനീൻ്റെ ബാഡ്ജിങ് ഇത് വരും, സ്റ്റിച്ചിങ് വരും. ഗ്ലാസ്സുകൾ ആയിക്കോട്ടോ. 13 മിററൊന്നും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക 2025 ആണോ 6 നോക്കണം. 26 വരെയാണ് കമ്പനി സർവീസ് ഉണ്ട്. 1,75,000 കിലോമീറ്റർ. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.80 ഓടിയുണ്ട്. 1,75,000 കിലോമീറ്റർ വരെ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീറ്റെയിൽസ് ഒക്കെ 2013 GX 8 സീറ്റ് സിംഗിൾ ഓണർ. 1,80,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതിൽ 1,75,000 വരെ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. ഇനി ഇൻറ്റീരിയർ നോക്കിയാലോ ഇവര്. വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ ഇൻറ്റീരിയറാണ്. ആ സ്റ്റിയറിങ്ങിൻ്റെ ഒരു വൃത്തിയും അതുപോലെ സെക്കൻഡ് കീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ മീറ്റർ കാണിച്ചു കേട്ടോ. 1,80,000 കിലോമീറ്റർ. 1.75 ഓടിയിട്ട് സർവീസ് ഉണ്ട്. റിവേഴ്സ് ക്യാമ്, പോയിനിയറിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അവിടെ സെൻസറിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 8 സീറ്റ് വണ്ടിയാണ് ഇത്. എനിക്ക് അത്രയും നിർബന്ധം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ബാപ്പനോട് പറഞ്ഞ് നമ്മളെ ബ്രിസ കൊടുത്തതല്ലേ, അതുകൊണ്ട് നമുക്ക് നിർത്തിയല്ലോ, അത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ നിർത്താൻ പറ്റില്ല, ഇത് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്, എന്തായാലും ഞാൻ കൊടുക്കും ചേച്ചും പറഞ്ഞു. അത്ര അടിപൊളി വണ്ടിയാണ്. ധൈര്യമായിട്ട് പോകുന്നോളി, കാരണം ധൈര്യമായിട്ട് പോകുന്നോളി. ബാക്ക് ഇൻറ്റീരിയറൊക്കെ നോക്കി. ഡയറക്റ്റ് പാർട്ടി യൂസ് ചെയ്ത വണ്ടിയാണ്. പിന്നെ NOC കാര്യങ്ങൾ നമ്മളതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയിപ്പം നിങ്ങളെ പേർക്ക് NOC എടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ നമുക്ക് ക്യാൻസലാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പേര് നമ്പറാവും. ഇൻറ്റീരിയറൊക്കെ നോക്കിയിട്ടോ, മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ട്. ധൈര്യമായിട്ട് പറയാം, പൊട്ടിച്ച വിലയിലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, മനസ്സിലായോ? അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വിളിക്കുക. നല്ല ക്വാളിറ്റി വണ്ടി തന്നെ പറയാം. കാരണം എനിക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയേണ്ടതല്ല, ഫുൾഫില്ലായിട്ട് പറയേണ്ടത് എന്താ എനിക്കറിയില്ല.
വേറെ കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വേറൊരു വണ്ടിയിലുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ 13 G4 GX കൂടിയ മോഡലാണ്. അപ്പോൾ 16 സൈസ് അലോയ് വീലുണ്ട്, അങ്ങനെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ G4 ആകുമ്പോൾ പോയിനിയറിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്പനി സെറ്റൊക്കെ മാറിയിട്ട് പോയിനിയറിൻ്റെ സെറ്റ് കാര്യങ്ങൾ, അത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള. എനിക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. അത്ര അടിപൊളി ബോഡി ക്വാളിറ്റിയാണ്, അത്രയും അടിപൊളി ബോഡി ക്വാളിറ്റി അങ്ങനെ തന്നെ പറയും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ അത് നാട്ടിൽ എത്തുമ്പോൾ വിളിച്ചോളി, കോൺടാക്ട് ചെയ്തോളി. നല്ല വണ്ടിയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ചെറിയൊരു വ്ളോഗാണ്, ചെറിയതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എഞ്ചിൻ റൂമാണ് കാണിച്ചിടാം. ഓക്കെ, എഞ്ചിൻ റൂമാണ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വണ്ടിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ, ഓയിൽ കാര്യങ്ങൾ നോക്കി, കൂളൻ്റ് നോക്കി, ഓയിൽ കാര്യങ്ങൾ നോക്കി, പവർ സ്റ്റിയറിംഗ് നോക്കി. പവർ സ്റ്റിയറിംഗ് കുറച്ച് കുറവുണ്ട്, കൂളൻ്റും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ക്ലിയറാണ്. അപ്പോൾ ഏതൊരു ഭാഗത്തും ആക്സിഡൻ്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഏതൊരു ഭാഗത്തും ആക്സിഡൻ്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 2013 GX 8 സീറ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 1,75,000 കിലോമീറ്റർ ഓടിയുണ്ട്, 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരും. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ വിളിച്ചോളി, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വന്ന കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് വില കുറച്ച് കൊടുക്കാം. നമ്മൾ വർക്ക് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ മാറ്റം വരിക. അപ്പോൾ ആവശ്യക്കാർ മസ്റ്റായിട്ട് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഇനിയും കാണാം.